ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയമായിട്ടുള്ള മെറൈൻ വേൾഡ് അക്വേറിയത്തിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ചാവക്കാടുള്ള പഞ്ചവടി എന്ന സ്ഥലത്താണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ തരും. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി എടുക്കാൻ പാടില്ല. വെറൈറ്റി ആയിട്ടുള്ള അക്വേറിയമാണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ നമുക്കൊരു നല്ല കാർ അക്വേറിയം, അതുപോലെ സിലിണ്ടറിക്കൽ അക്വേറിയം അതൊക്കെ കാണാം. 300 ഇനത്തിൽപ്പെട്ട 3 ലക്ഷത്തിലധികം മീനുകൾ അവിടെ ഉണ്ട്. ഓരോ അക്വേറിയത്തിനും വെറൈറ്റി ആയിട്ടുള്ള തീമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഓരോ മീനിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം ഗാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ അതിൽ പറഞ്ഞിരിക്കുന്നത് 5,60,000 രൂപയാണ്. ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ട് നമുക്ക് അരാപ്പയമേ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചെരുപ്പ് ഒരു കൈ പിടിച്ചുകൊണ്ട് വേണം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവിടെ ഫിഷ് പെഡിക്യൂർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു 10-50 പേർക്ക് സുഖമായിട്ടിരുന്ന് പെഡിക്യൂർ ചെയ്യാൻ പറ്റും. അതിന് ഫ്രണ്ടിൽ തന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്വേറിയത്തിനകത്ത് കയറിയാൽ അവിടെ ബാത്റൂം ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് അക്വേറിയത്തിന് പുറത്താണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഏരിയ വന്നപ്പോഴാണ് കേട്ടോ കുറച്ച് വെളിച്ചം ഉള്ള പോലെ തോന്നിയത്. ഉള്ളിലൊക്കെ കുറച്ച് ലൈറ്റ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഈ ഒരു ഏരിയയിൽ AC ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നതായി കണ്ടു. നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ക്യാഷ് കൊടുത്തിട്ട് മേടിക്കാം. 150 രൂപയാവും മറ്റോ ആയിരുന്നു ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. മുകളിലേക്ക് കയറുന്ന വഴിക്ക് ഭിത്തിയിൽ ഇതുപോലെ ഡൈനോസറിൻ്റെ ഡിസൈനൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്ന ആ മരം, അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള മരമാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പല കളറിലുള്ള കുട്ടി കുട്ടി അക്വേറിയം ഇവിടെ കാണാം. നമ്മളൊരു രാക്ഷസൻ്റെ വായിലൂടെയാണ് കേട്ടോ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. പല വെറൈറ്റി കളറിലുള്ള സ്റ്റാർ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. റെഡ്, യെല്ലോ.
ഇത് ലയൺ ഫിഷാണ്. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല എന്നും പറഞ്ഞു കിടക്കുന്നത് ഇതൊരു സ്റ്റോൺ ഫിഷാണ്. ആദ്യം ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു, പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇതും ഒരു ഫിഷാണെന്ന് മനസ്സിലായത്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ അത്. ഒരു വാട്ടർഫോൾ പോലെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വമ്പൻ സ്രാവുകളാണ് കേട്ടോ ഈ സെക്ഷനിലുള്ളത്. വില കൂടിയ ഒത്തിരി മീനുകൾ ഇവിടെയുണ്ട് കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മുടെ ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഞങ്ങൾ പോയപ്പോൾ ഉള്ള റേറ്റാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നത്. അഡൽട്ട്സിന് 400 രൂപയും സീനിയർ സിറ്റിസൺസിന് 350 രൂപയും 10 വയസ്സിന് താഴെയുള്ളവർക്ക് 280 രൂപയുമായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്കൊരു ഓഫറും കൂടി കിട്ടിയായിരുന്നു. അത് 4 പേരുണ്ട് ചെന്ന് 5ാമത് ഒരാൾക്ക് ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റായിരുന്നു കിട്ടിയിരുന്നത്. ഈ ശില്പത്തിന് ചുറ്റും മീനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള തിരണ്ടി മീനുകളും ഉണ്ടായിരുന്നു. ഓണമായതുകൊണ്ട് അക്വേറിയത്തിനുള്ളിൽ മാവേലിയും പുലിയും വേട്ടക്കാരനും ഉണ്ടായിരുന്നു. ആ പരിപാടിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കൊടുത്തേക്കാം. ഇതൊരു ടണൽ അക്വേറിയമാണ്. ഇവിടെ വലിയ ആരാപ്പയ്മയും അതുപോലെ എനിക്ക് പേരറിയില്ലാത്ത ഒത്തിരി മീനുകളും കണ്ടു. ഫിഷ് ഫീഡിങ്ങിനുള്ള ഏരിയ ആണ് കേട്ടോ ഇത്.
നല്ലപോലെ കൈ വൃത്തിയാക്കിയിട്ട് വേണം ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയുമൊക്കെ ആയിരുന്നു അകത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ദേ ഇരിക്കുന്നു മാവേലിയും സംഘവും. പിന്നീട് മാവേലി മാമനെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ